ഗസയിലെ മറ്റു ഭാഗങ്ങളിൽ നടന്നതുപോലെയുള്ള ഒരു ആക്രമണം റഫേൽ നടക്കുകയാണെങ്കിൽ അത് അതിഭയങ്കരമായ ദുരന്തമായിരിക്കും. റഫ ആക്രമിച്ചതുകൊണ്ട് ഫലസ്തീനിൽ കീഴടങ്ങാൻ പോകുന്നില്ല. കുറേ അധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും, കുറേ അധികം സ്ത്രീകൾ കൊല്ലപ്പെടും. പക്ഷേ ഫലസ്തീനികൾ കീഴടങ്ങില്ല എന്ന് അവർ ഇത്രയും ദിവസം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ റഫയെ ആക്രമിക്കുകയാണെങ്കിൽ നെതന്യാഹു അയാൾ വീണ്ടും മണ്ടത്തരം ചെയ്യുന്നു എന്നേ അതേക്കുറിച്ച് പറയാൻ പറ്റും. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. അതിനെക്കുറിച്ച് ഇന്ന് ഹാരറ്റ്സ് എഴുതിയ ലേഖനത്തിൽ അവർ കൊടുത്ത ഒരു തലക്കെട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ബിറ്റ്വീൻ ബൈഡൻ ആൻഡ് ബെൻ ഗിവർ എന്നാണ്. നെതന്യാഹു ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ബൈഡൻ ആൻഡ് ബെൻ ഗിവർ. വെച്ചാൽ ബൈഡൻ ഇത് പറയുന്നു, അങ്ങോട്ട് കയറരുത്, റഫയെ ആക്രമിക്കരുത്. ബെൻ ഗിവർ പറയുന്നു, റഫ ആക്രമിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ബെൻ ഗിവർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ അലയാണ്, ഇയാളുടെ സഖ്യകക്ഷിയാണ്, ഏറ്റവും അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ ഏറ്റവും മാരക തീവ്രവാദി എന്ന് പറയാവുന്ന ഒരു മനുഷ്യൻ. അപ്പം ബൈഡനെയും സമാധാനിപ്പിക്കണം, ബെൻ ഗിവറിനെയും സമാധാനിപ്പിക്കണം. ബെൻ ഗിവറിനെ സമാധാനിപ്പിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സർക്കാർ പൊളിയും. അദ്ദേഹത്തിൻ്റെ പിന്തുണയില്ലാതെ സർക്കാർ നിൽക്കാൻ പറ്റില്ല. നോക്കൂ, ഒരു ഭാഗത്ത് റഫ ആക്രമിക്കുക എന്ന് പറയാം, അതേ ദിവസം തന്നെയാണ് കൈറോവിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ആളുകളെ അയക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെടിനിർത്തലാണോ ഉദ്ദേശം, അതല്ല യുദ്ധം തുടരുകയാണോ ഉദ്ദേശം? ഇതിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് റഫയിലേക്കുള്ള ആക്രമണത്തിൻ്റെ സജ്ജീകരണം നടത്തുന്നതിനിടയിൽ തന്നെ തെല്ലവീവിൽ തെരുവുകളിൽ നിറയുന്ന ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹൈവേ ഉപരോധിക്കുന്നു, ഡിഫൻസ് മന്ത്രാലയത്തിൻ്റെ ഓഫീസുകൾ ഉപരോധിക്കുന്നു, പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. സീസ് ഫയർ നൗ എന്നുള്ള മുദ്രാവാക്യം ടെല്ലവീവിൽ നിന്ന് ഉയരുകയാണ്. അത് അസാധാരണമായൊരു സാഹചര്യമാണ്. പിന്നെ റഫയല്ല, ഹോസ്റ്റേജസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബാനറുകൾ ടെല്ലവീവിൽ തന്നെ ഉയരുന്നു. ഈ ഗസയിലെ മറ്റു ഭാഗങ്ങളിൽ നടന്നതുപോലെയുള്ള ഒരു ആക്രമണം റഫേൽ നടക്കുകയാണെങ്കിൽ അത് അതിഭയങ്കരമായ ദുരന്തമായിരിക്കും. പക്ഷേ ഇസ്രായേൽ അതിന് മുതിരുകയാണെങ്കിൽ അവർ ചെയ്യുന്ന അതിഭയങ്കരമായ സ്ട്രാറ്റജിക് ബ്ലണ്ടറായിരിക്കും. കാരണം ഇതുവരെ നോക്കൂ, ഇത്രയും ദിവസം യുദ്ധം ചെയ്തു, ഇത്രയും മനുഷ്യരെ കൊന്നു. ഇസ്രായേൽ എന്താ നേടിയെന്ന് ചോദിച്ചാൽ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുക മാത്രമാണ് ചെയ്തത്. രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു, നയതന്ത്രപരമായി ഒറ്റപ്പെട്ടു, ധാർമ്മികമായി ഒറ്റപ്പെട്ടു. ഇന്നലെ ഈ ഹോളോകോസ്റ്റ് വാർഷികത്തിൽ ബൈഡൻ നടത്തിയ പ്രഭാഷണം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എല്ലാവരും ഒക്ടോബർ 7 മറക്കുന്നു, എനിക്കത് മറക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം അത് പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒക്ടോബർ 7 കുറിച്ചല്ല ഇപ്പോൾ ലോകം സംസാരിക്കുന്നത്. ലോകം സംസാരിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്. ആ നിലയ്ക്ക് ലോകത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് തന്നെ മാറിയിട്ടുണ്ട്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന കൊടി ഏതാണ്? ഫലസ്തീൻ്റെ കൊടിയാണ്. നോക്കൂ, ഒരു രാജ്യം പോലുമല്ലാത്ത ഒരു എൻറ്റിറ്റിയാണത്. ലോകത്ത് ഏറ്റവും അധികം ആ കൊടിയാണ് പാറുന്നത്. അമേരിക്കൻ നഗരങ്ങളിൽ, അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പാറുന്ന കൊടി ഏതാണ്? അത് രാജ്യമല്ലാത്ത ഫലസ്തീനിൻ്റെ കൊടിയാണ്. ആ നിലക്ക് ലോകത്തിൻ്റെ ബോധത്തെ, രാഷ്ട്രീയ ബോധത്തെ മാറ്റിമറിക്കുന്നതിൽ ഈ സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ മൃഗീയതയും ഗസക്കാർ നടത്തുന്ന ചെറുത്തുനിൽപ്പിൻ്റെ ഐതിഹാസികതയുമാണ്. അത് തന്നെ റഫയിലും ആവർത്തിക്കുകയുള്ളൂ. റഫ ആക്രമിച്ചതുകൊണ്ട് ഫലസ്തീനിൽ കീഴടങ്ങാൻ പോകുന്നില്ല. കുറേ അധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും, കുറേ അധികം സ്ത്രീകൾ കൊല്ലപ്പെടും. പക്ഷേ ഫലസ്തീനികൾ കീഴടങ്ങില്ല എന്ന് അവർ ഇത്രയും ദിവസം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ റഫയെ ആക്രമിക്കുകയാണെങ്കിൽ നെതന്യാഹു അയാൾ വീണ്ടും മണ്ടത്തരം ചെയ്യുന്നു എന്നേ അതേക്കുറിച്ച് പറയാൻ പറ്റും.